ഞാൻ പറഞ്ഞ 100% കറക്റ്റാണ്. നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആരെയും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറയുന്ന 100 200 രൂപയ്ക്ക് ചെയ്താൽ പോലും ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു 2 ആളെ വെച്ച് നമുക്ക് ഈ ആഴ്ച ജോയിൻ ചെയ്യാൻ പറ്റിയാൽ ഇതൊരു 2000 പേരുടെ കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണ്ട, ഒരു 1500 പേരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. അപ്പം തന്നെ എത്ര പേരിലേക്ക് അപ്പെക്സ് എത്തും, എത്ര പേര് ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങും, എത്ര പേര് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങും നിങ്ങൾ കണ്ടോ. അങ്ങനെ വായ്മൊഴിയായി തന്നെയാണ് ക്രിപ്റ്റോകളൊക്കെ വളർന്നിട്ടുള്ളത്. അല്ലാതെ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന സാധനം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, മനോരമയുടെ മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ കൊണ്ട് പരസ്യം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ ക്രിപ്റ്റോ? അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഇതൊരു മറ്റ് കമ്പനികൾ ചെയ്യുന്ന കണക്ക് പരസ്യമോ സെലിബ്രിറ്റിയെ വെച്ച് പരസ്യം ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാറുമില്ല ആരും. ഇത് നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അപ്പെക്സ് എന്ന് പറയുന്ന കോയിൻ ഒരു ക്രിപ്റ്റോ ആണെന്നും ആ ക്രിപ്റ്റോ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു തുടങ്ങിയാൽ ഇത് മറ്റ് കമ്മ്യൂണിറ്റികൾ ഇതിൽ വന്നു ചേരും. നമ്മളിത് തന്നെ വളരുമെന്ന് പറയുന്നതിനേക്കാളുപരി ഫാസ്റ്റായിട്ട് വളരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള ചെറിയ പണികൾ ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ പറയുന്ന വലിയ ഒരു ടാസ്കൊന്നും അല്ല ഇത്. ഇപ്പം നമ്മളങ്ങനെ ചെറിയ ചെറിയ ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ചായ കുടിക്കുന്ന പൈസയല്ലേ ഉള്ളൂ 100 രൂപ. ഒരു 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 ബിരിയാണി കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 250 രൂപയ്ക്ക് നമുക്ക് ഒരാൾക്ക് ഐഡി അടിച്ചു കൊടുക്കത്തില്ലേ? അങ്ങനെ നിങ്ങൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരത് ഇടയ്ക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാനും അതിൻ്റെ വരുമാനം കാണാനും ഈ അപ്പെക്സിൻ്റെ വളർച്ചയും ഇതിൻ്റെ ഗ്രോത്തും ഈ കോയിൻ നല്ലതാണെന്ന് കാണാനും തുടങ്ങും. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കൊള്ളാലോ, ഈ കോയിന് റേറ്റ് കയറുന്നുണ്ടല്ലോ, എന്നാൽ 1,00,000 കോയിൻ മേടിച്ച് ഹോൾഡ് ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുന്ന വ്യക്തി ഈ 150 100 ചെയ്ത ആളായിരിക്കും. 120 കോയിൻ മേടിച്ച് ചെയ്ത ഒരാളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും വിട്ട് കളയണ്ട, അത് പഠിച്ച് ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ ആദ്യം കയറി അവരോട് നിങ്ങൾ വലിയ എമൗണ്ടിന് ചെയ്യണം എന്നല്ല പറയേണ്ടത്. നമ്മൾ ചെറിയ 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 ടാസ്ക് കൂടെ ഇത് വളർത്താം. ഇത് വളരെ സിമ്പിളായിട്ട് നടക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അല്ലാതെ ഇത് നമ്മൾ ആരെങ്കിലും ചെയ്യും. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന് വില എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാതെ വേറെ ആര് പണിയെടുക്കും? ഇപ്പോൾ കഴിഞ്ഞു പോയ പ്രോജക്റ്റുകളും വരാനിരിക്കുന്ന പ്രോജക്റ്റുകളും മറ്റ് ക്രിപ്റ്റോ മേഖലയിൽ വന്നിട്ടുള്ള പ്രോജക്റ്റുകളും തകർന്നും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി വിഭിന്നമാണ് അപ്പെക്സ്. അത് ശരിക്കും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എത്രയാണെന്നും ഇത് സപ്ലൈ എങ്ങനെയാണ് പോകുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ടല്ലോ. അത് കേൾക്കുക, പഠിക്കുക. ഇതിൻ്റെ അകത്ത് BSC സ്കാനിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് കുറച്ചൊക്കെ അറിയാവുന്നവരൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ടൈറ്റാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇച്ചിരി മുമ്പ് ഒരാൾ ചോദിച്ചല്ലോ. അത് ടൈറ്റാൻ്റെ സപ്ലൈയുടെ എത്രയോ മടങ്ങ് ഷിബയുടെക്കാളും എത്രയോ മടങ്ങ് കുറവാണ് നമ്മുടെ കോയിൻ. അപ്പോൾ ഇതൊന്നും അത്ര ഒരു വലിയ ടാസ്ക് ഒന്നും അല്ല അപ്പെക്സ് വളർത്തിക്കൊണ്ട് വരാൻ. നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ.